ആയിരിക്കും യൂസ് ചെയ്യുക. സിംഗിൾ ഫാക്ടർ അല്ലെങ്കിൽ അസൈനബിൾ കോഴ്സ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ലെവൽസ്, ഒരു ഫാക്ടറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് കമ്മിറ്റിൻ്റെ ഇത് വൺ വേ ആണല്ലോ. വി അസ്യൂം ദാറ്റ് there is only one factor affecting the variation in the case of the observed variable. If you take the yield of അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പോൾ വീറ്റിൻ്റെ yield എടുക്കുന്നൊരു എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് എടുത്തിരിക്കുന്നത് ഇഫ് യു അപ്ലൈ 5 ഡിഫറെൻറ്റ് ഫെർട്ടിലൈസർ. അപ്പോൾ ഇവിടെ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ അസൈനബിൾ കോഴ്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതിൻ്റെ 5 ലെവൽസ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു എ സെറ്റ് ഓഫ് പ്ലോട്ട് വിച്ച് ആർ ഐഡൻറ്റിക്കൽ ഇൻ നേച്ചർ. അതായത് ഒരേപോലെയുള്ള ഒരു പ്ലോട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എവരി അതർ ആസ്പെക്ട് ലൈക്ക് geographical location, slope of the land, aggregation, fertility, etc. The change in the yield of the wheat can be attributed wrongly to the change in the fertilizer. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രൊഡക്ഷനെ അതിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷനോ അതിൻ്റെ ലാൻഡിൻ്റെ സ്ലോപ്പോ ഇറിഗേഷൻ ഫെർട്ടിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യില്ല. ഓൺലി ഫെർട്ടിലൈസറിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമേ അതിൻ്റെ പ്രൊഡക്ഷനെ അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന രീതിയിൽ എടുത്തിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതായത് ഓൺലി വൺ അസൈനബിൾ കോഴ്സ് മാത്രമേ നമ്മുടെ ഡാറ്റയെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ എടുക്കുക. ആൻഡ് അതായത് ഹെൻസ് ദർ ഈസ് ഓൺലി വൺ അസൈനബിൾ കോഴ്സ് ഓഫ് വേരിയേഷൻ അഫക്റ്റിംഗ് ദ yield among different samples. അപ്പോൾ അതായത് വൺ വേ അനോവയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു അസൈനബിൾ കോഴ്സിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നതല്ലാതെ വേറെ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റാൻഡം കോഴ്സിനകത്തേക്ക് എടുക്കും. അതെല്ലാം കൂടിയിട്ടുള്ളതാണ് റാൻഡം കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോഡലാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതിനുള്ള മോഡലാണ്. അതായത് നമ്മൾ IIJ യൂസ് ചെയ്തിട്ടാണ് നോർമലി പറയുകയാണെങ്കിൽ XIJ യൂസ് ചെയ്യണം. XIJ ഈക്വൽ ടു ന്യൂ പ്ലസ് ആൽഫ I പ്ലസ് എപ്സിലോൺ ij. അതിനകത്ത് XIJ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡ്സ് ഫോർ ദ jth ഒബ്സർവേഷൻ ഇൻ ദി ith സെറ്റ്. അതിവിടെ എക്സാമ്പിൾ, ഈ എക്സാമ്പിളിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ jth പ്ലോട്ട് വിത്ത് ith ith ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തിട്ടുള്ള jth പ്ലോട്ടിൻ്റെ ഇതാണ്. ആൻഡ് ന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജനറൽ എഫക്റ്റാണ്. ആൽഫ I എന്ന് പറയുന്നത് ith എഫക്റ്റ്. ഓക്കെ, ഫാക്ടേഴ്സിൻ്റെ ആൽഫ I is the effect due to ith variety of the factor. അതായത് നമ്മൾ എടുക്കുന്ന ഫാക്ടർ. അപ്പോൾ ഈ എക്സാമ്പിൾ ഫെർട്ടിലൈസറിൻ്റെ ith ഫെർട്ടിലൈസർ ith ഡിഫറൻസിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്. ആൻഡ് എപ്സിലോൺ ij എന്ന് പറയുന്നത് നമ്മുടെ എറർ ടേം അല്ലെങ്കിൽ റാൻഡം എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് റാൻഡം കോഴ്സ് അതിൻ്റെ എറർ ടേമാണ് ആൽഫ ij എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്കുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എല്ലാ ഒബ്സർവേഷൻസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, മോഡലിൻ്റെ ആയിരിക്കണം, അഡിക്റ്റീവ് ആയിരിക്കണം. ആൻഡ് നമ്മുടെ എറർ എപ്സിലോൺ ij ഫോളോ ചെയ്യുന്നത് നോർമൽ വിത്ത് മീൻ 0 ആൻഡ് വാരിയൻസ് സിഗ്മ സ്ക്വയർ ആയിരിക്കും. സോ ഓക്കെ, അത്രയാണ്. ഇനി നമ്മുടെ അനോവൻ്റെ ലേഔട്ട്, അതാണ് അനോവൻ്റെ ലേഔട്ട്. ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ XIJനെ എക്സ്പാൻഡ് ചെയ്തെത്തിയിരിക്കുകയാണ്. അതിൽ X11 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഒബ്സർവേഷൻ വിത്ത് ith ഫസ്റ്റ് വെറൈറ്റി ഓഫ് എന്താ നമ്മളെടുക്കുന്ന അസൈനബിൾ കോഴ്സിൻ്റെ ഫസ്റ്റ് വെറൈറ്റി ഫസ്റ്റ് സാമ്പിളിനകത്ത് അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ടായിരിക്കും X11 എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്ലോട്ടിൽ ഫസ്റ്റ് വെറൈറ്റി ഫസ്റ്റ് ടൈപ്പ് വെറൈറ്റി ഉണ്ടാവുമല്ലോ. 1 2 3 5 വെറൈറ്റി ആണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വെറൈറ്റി ആദ്യത്തെ പ്ലോട്ടിൽ തന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന
റിസൾട്ടാണ് x11. x21 എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് വെറൈറ്റി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഫസ്റ്റ് സാമ്പിളിനകത്ത് x11, x12 എക്സെട്ര അപ് ടു x1 n1, x2 n2 ആൻഡ് xk nk അങ്ങനെ ഉണ്ടാവും. അതായത് ഇവിടെ നമ്മൾ ഓരോ സാമ്പിളിനകത്തും സെപ്പറേറ്റ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവുക, സെയിം അല്ല. ഇവിടെ n1 n2 n3 എക്സെട്ര അപ് ടു nk. അതായത് ഫസ്റ്റ് സാമ്പിൾ, സെക്കൻഡ്, തേർഡ് ആൻഡ് കേത്ത് സാമ്പിളിലും കേത്ത് ഒബ്സർവേഷനകത്ത് nk സാമ്പിൾസ് ഉണ്ടായിരിക്കും. n1 n2 എക്സെട്ര nk. അതായത് എല്ലാത്തിലും സെയിം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കില്ല ഉണ്ടാവുക. അതാണ് ഇവിടെ x1 n1 x2 n2 എക്സെട്ര xk nk വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ടോട്ടലും കൂടി കണ്ടുപിടിച്ചത്. ഫസ്റ്റ് തന്നെ t1 ടോട്ടൽ ഒബ്സർവേഷൻ ഉണ്ട്, t2 ഉണ്ട്, എക്സെട്ര അപ് ടു tk ഒബ്സർവേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ഈ അനോവ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് പറയുന്ന പേരാണ് അനോവ എന്ന് പറയുന്നത്. അനോവ ടേബിളിനകത്ത് 5 കോളംസാണ് ഉണ്ടാവുക. സോഴ്സ് ഓഫ് വേരിയേഷൻ, സം ഓഫ് സ്ക്വയർ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മീൻ സം ഓഫ് സ്ക്വയർ ആൻഡ് എഫ് റേഷ്യോ എന്ന് പറയുന്ന 5 കോളംസ് ഉള്ള ഒരു ടേബിളാണ് അനോവ ടേബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഉള്ളത് 1 വേ അനോവ ടേബിളാണ്. സോ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതായത് സോഴ്സ് ഓഫ് വേരിയേഷൻ ഉണ്ടായിരിക്കും, സം ഓഫ് സ്ക്വയർ ഉണ്ടാവും, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും, മീൻ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും, ആൻഡ് എഫ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും. ഈ ഒരു 5 കോളംസാണ് അനോവ ടേബിളിനകത്ത് ഉണ്ടാവുക. ആൻഡ് എന്താണ് നോക്കാം, സോഴ്സ് ഓഫ് വേരിയേഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഡാറ്റക്കകത്ത് കിട്ടുന്ന വേരിയേഷൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ടോട്ടൽ സം ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണത്. ശരിക്കും ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നതാണ് അനോവയ്ക്കകത്ത് പഠിക്കാനുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് വിത്തൗട്ട് ഡെറിവേഷനാണ് ഉള്ളത്. ഈ ഒരു ഇക്വേഷൻസൊക്കെ ഫോം ചെയ്തതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോബ്ലം ആണ് ഇത്. ഞങ്ങളത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഡെറിവേഷൻസാണ് ഉണ്ടാവുക. ഡെറിവേഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്, ഒരുപാടുണ്ടാവും. അപ്പോൾ അതായത് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് പ്രോബ്ലംസ് മാത്രമാണുള്ളത്. സോ ടോട്ടൽ സം ഓഫ് സ്ക്വയർ, അതിനെ നമ്മൾ TSS എന്നാണ് ഷോർട്ടായിട്ട്. ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്ന സമയം സിഗ്മ ഈക്വൽ ടു 1 to k, സിഗ്മ j ഈക്വൽ ടു 1 to xij സ്ക്വയർ മൈനസ് CF. ഈ CF എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ എന്ന് പറയും. കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സമ്മിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ്. അതായത് t² ഡിവൈഡ് ബൈ m ബൈ t² എന്ന് പറയുന്നത് t1 പ്ലസ് t2 പ്ലസ് എക്സെട്ര പ്ലസ് tk ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര പ്ലസ് nk. ഇതാണ് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ ഇത് ശരിക്കും സിഗ്മ ഈക്വൽ ടു 1 to സിഗ്മ j ഈക്വൽ ടു 1 to xij സ്ക്വയർ മൈനസ് കറക്ഷൻ ഫാക്ടർ. അതായത് ഇങ്ങനെയാണ് പറയുക ഇക്വേഷൻ. സിഗ്മ xij സ്ക്വയർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ L. മൊത്തം ഒബ്സർവേഷൻസിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയറാണ് xij സ്ക്വയർ ഡിവൈഡ് ബൈ n. സോ ഇതിന് ഈ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാണ്ട് നമ്മൾ ടോട്ടലിൻ്റെ സം എടുത്തിട്ട് സ്ക്വയർ ചെയ്യാം, എന്നിട്ട് ടോട്ടൽ ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ക്യാപിറ്റൽ N മൈനസ് 1 ആണ്. ആൻഡ് മീൻ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് TSS ഡിവൈഡ് ബൈ n മൈനസ് 1. ഇനി ബിറ്റ്വീൻ സാമ്പിൾ സം ഓഫ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു 1 to k
ടി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഐ, ടി ഐ സ്ക്വയർ അതായത് ഓരോ കോളത്തിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ അതിലെ ഒബ്സർവേഷൻ മൈനസ് ദിസ് കറക്ഷൻ ഫാക്ടർ. ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് k-1 ആണ്. ആൻഡ് ഇതിൻ്റെ മീൻ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് VSS, അതായത് ബിറ്റ്വീൻ സാമ്പിൾ സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ k-1. ഇനി ഇതിൻ്റെ എഫ് റേഷ്യോ എന്ന് പറയുന്നത് അതായത് മൊത്തത്തിലുള്ള എഫ് റേഷ്യോ എന്നത് അതായത് മീൻ സം ഓഫ് സ്ക്വയർ ഇൻ VSS അത് ഡിവൈഡഡ് ബൈ മീൻ സം അത് ഡിവൈഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയർ ഇൻ എറർ ഓഫ് സം ഓഫ് സ്ക്വയർ ആണ്. എറർ ഓഫ് സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് TSS, നമ്മുടെ TSS മൈനസ് BSS ആണ് എറർ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഡിഫറൻസ് ടോട്ടൽ സം ഓഫ് സ്ക്വയറും ബിറ്റ്വീൻ സാമ്പിൾ സം ഓഫ് സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. ഇറ്റ്സ് ഈക്വൽ ടു n-k. സോ ഇതിൻ്റെ മീൻ സം ഓഫ് സ്ക്വയർ അതായത് സം ഓഫ് സ്ക്വയർ ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ ESS ഡിവൈഡഡ് ബൈ n-k. സോ ലാസ്റ്റ് ഫൈനൽ നമ്മൾ എഫ് റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. അതായത് ESS ഡിവൈഡ് ബൈ k-1 or divided by ESS by n-k, which follows F distribution with k-1, n-k degrees of freedom. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ്. അതായത് മീൻ സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിൾ സം ഓഫ് സ്ക്വയറും മീൻ ഓഫ് എറർ ഓഫ് സം ഓഫ് സ്ക്വയർ എന്ന റേഷ്യോ ആണ് എഫ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് വരുന്നത്. സോ ഇത് തന്നെയാണ് ഈക്വേഷൻ തന്നെയാണിത്, പക്ഷെ നമ്മൾ ഈ അനവ ടേബിളിനകത്ത് എഴുതിയിരിക്കണം. ദെൻ ഇവിടെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അതായത് നമ്മളിതിനകത്ത് എഫ് ടെസ്റ്റ് അല്ലെങ്കിൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് മീനാണ്, പക്ഷെ യൂസ് ചെയ്തിരിക്കുന്നത് വാരിയൻസിൻ്റെ ടെസ്റ്റാണ്. സോ അതെന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മീൻ ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ മീൻ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാരിയൻസും വാരി ചെയ്യും. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ടെസ്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ഈക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാല്യൂ നമ്മുടെ കറസ്പോണ്ടിങ് ടേബിളിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ റിജക്റ്റ് ചെയ്യുക, എന്താ അതർവൈസ് എന്ത് ചെയ്യുക, ലെസ് ദാൻ റിപ്പോർട്ട് ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ എഫ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതെപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ 1-നേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ആ റേഷ്യോൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നേരെ ചേഞ്ച് ചെയ്യുക, n-k, k-1 ആയിട്ട് മാറും. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇത്രയാണുള്ളത്. പിന്നെ നമ്മൾ H0 അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. H1 ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് H0 റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം, ഏതെങ്കിലും ഒരു മീൻ ഡിഫറെൻ്റ് ആണെന്ന് പറയാം. വലിയ വലിയ എക്സ്പെരിമെൻ്റലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഫർദർ കാൽക്കുലേഷൻസ് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ചെയ്യാനില്ല, റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യണം, ഏത് മീനാണ് ഡിഫറെൻ്റ് എന്നുള്ള കൂടി കണ്ടുപിടിക്കണം. റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി, 1 മീൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ് നല്ലത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വൺവേ അനോവയെ കുറിച്ചുള്ളത്. അപ്പോൾ വൺവേ അനോവയിൽ നമ്മൾ ആദ്യം നമുക്ക് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അനോവ ടേബിൾ കണ്ടുപിടിക്കുക. അതായത് ഈ വാല്യൂസൊക്കെ കണ്ടുപിടിക്കുക. ലിസ്റ്റ് ഇക്വേഷൻ അതായത് ഈ വാല്യൂസ്
അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്നിട്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം എഫിൻ്റെ വാല്യൂല് കണ്ടുപിടിച്ചതിന് ശേഷം എഫിൻ്റെ വാല്യൂ മാത്രമായിട്ട് നമ്മൾ എടുത്തെഴുതാം. എന്നിട്ട് നമ്മുടെ ടേബിളിൻ്റെ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഗ്രേറ്ററാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. പ്ലസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യം എഫിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 1-നേക്കാളും കൂടുതലാണോ നോക്കാം. 1-നേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുത്ത് ചെയ്യാം. ഇത്രയാണ് ഉള്ളത്. നമ്മൾ പറയും 1 ആണെങ്കിൽ എന്താ ചെയ്യുക, 1 ആണെങ്കിൽ എന്താ ചെയ്യാം, വാരിയൻസ് തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല അല്ലേ. അപ്പം എന്താണ് ഇവിടെ മീൻസ് സെയിം ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുക, ചുമോട്ട് അക്സെപ്റ്റ് ചെയ്യുക. 1/ANOVA ക്ലിയർ അല്ല. നമ്മുടെ ആദ്യം തന്നെ മോഡൽ 1/ANOVAൻ്റെ മോഡൽ എന്ന് പറയുന്നത് XIJ = mu + alpha I + epsilon ij ആണ്. ആൽഫ എന്താണ്, എപ്സിലോൺ ij എന്നാണ്. ആൻഡ് എപ്സിലോൺ i എന്നാണ്. ആൻഡ് എപ്സിലോൺ ij എന്താണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു.